രാജ്യം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വമ്പൻ പ്രഖ്യാപനങ്ങൾ നിരവധിയുണ്ട്. അതായത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല എന്നിങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്ന എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വികസനോന്മുഖ ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ ഏറെ പ്രതീക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ബഡ്ജറ്റിന് മുമ്പ് ഏറ്റവും അധികം ചർച്ച ചെയ്തത് ആദായ നികുതി പരിധിയിൽ ഇളവ് അല്ലെങ്കിൽ ആ പരിധി വർദ്ധിപ്പിക്കുമോ എന്ന ഒരു ചോദ്യമായിരുന്നു. പല സാമ്പത്തിക വിദഗ്ധരും 10 ലക്ഷം രൂപ വരെ ആദായ നികുതി പരിധി ഈ ബഡ്ജറ്റിൽ ഉയർത്തിയേക്കാം എന്നൊരു സൂചന നൽകിയിരുന്നതാണ്. എന്നാൽ ഈ പ്രതീക്ഷകളെയൊക്കെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഇന്നത്തെ പ്രഖ്യാപനം. നിരവധി പ്രഖ്യാപനങ്ങൾ ഇന്ന് ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും അധികം കയ്യടികളോടുകൂടി സ്വീകരിക്കപ്പെട്ട ഒരു പ്രഖ്യാപനം അത് ആദായ നികുതി പരിധി ഉയർത്തിയ പ്രഖ്യാപനമായിരുന്നു. 12 ലക്ഷം രൂപയായിട്ടാണ് ആദായ നികുതി പരിധി ഉയർത്തിയിരിക്കുന്നത്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല, ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ പരിധി ഉയർത്തൽ കൊണ്ട് അർത്ഥമാക്കുന്നത്.